സാങ്കേതിക വിദ്യയുടെ പ്രയോജനം ഒരു നിമിഷം പോലും തള്ളിക്കളയാൻ പറ്റാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമുക്കറിയാം. കേശാദിപാതം പാദാദികേശം നമ്മുടെ ജീവിതത്തിലെ എല്ലാ കർമ്മങ്ങളിലും ഘടകങ്ങളിലും ശാസ്ത്രത്തിന്റെയും അതിന്റെ ഉൽപ്പന്നമായ സാങ്കേതിക വിദ്യയും നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഏറ്റവും നല്ല ഉദാഹരണം നമ്മളെ ഇരിക്കുന്ന മുദ്ര, നമ്മുടെ വസ്ത്രം. നമ്മൾ ഈ സംസാരിക്കുന്ന നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളെയും സ്വാധീനിക്കുന്നതും നിയന്ത്രിക്കുന്നതും ശാസ്ത്രമാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ ഇന്റർനെറ്റ് അല്ലെ നമ്മുടെ സോഷ്യൽ മീഡിയ അല്ലെ മൊബൈലാണ്. ഒരുപക്ഷെ 1 മണിക്കൂർ ഇന്റർനെറ്റ് മുടങ്ങിയാൽ ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കും ഭ്രാന്ത് പിടിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അത്രമാത്രം നെറ്റിന്റെ അല്ലെങ്കിൽ അതുപോലെയുള്ള മേഖലയില് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് നമ്മുടേത്. പക്ഷെ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇത്രമാത്രം വികസിതമായിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമെന്ന് നമുക്ക് പറയാവുന്ന ഈ ഇന്റർനെറ്റിന്റെയും അതുപോലെ തന്നെ മൊബൈലിന്റെയും ഒക്കെ ഈ മേഖലയെ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് ആരാണ് എന്നുള്ളതാണ് ആലോചിക്കേണ്ട ഒരു കാര്യം. നിങ്ങളുടെ ഫേസ്ബുക്കോ വാട്സപ്പോ എടുത്താല് അതിൽ 10 പോസ്റ്റ് വരുന്നുണ്ടെങ്കിൽ അത് 8 പോസ്റ്റും സ്വാഭാവികമായും അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന കുട്ടിച്ചാത്തന്മാരുടെയും കൂടോത്രക്കാരുടെയും ഭക്തി മാർഗക്കാരുടെയും അമ്പലക്കാരുടെയും പള്ളിയുടെയും ആണ് എന്നുള്ള സംശയമില്ലാത്ത കാര്യമാണ്. എന്തുകൊണ്ടാണ് വൈരുദ്ധ്യം ഉണ്ടാകുന്നത് എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ശാസ്ത്രീയ വിഷയത്തെ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ സാങ്കേതിക വിദ്യയെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ അന്ധവിശ്വാസങ്ങൾ വളർത്തിയെടുക്കാം എന്നുള്ള ഗവേഷണമാണ് ഇന്ത്യയില് അല്ലെ പ്രത്യേകിച്ച് കേരളത്തിൽ നടക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് നാം ദൈനംദിനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതിന് വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ വിശകലനത്തിലേക്ക് തന്നെ പോകേണ്ടത്. അയാൾ സമയവിടെ ഇല്ല, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ റിവൈവലിസം എന്ന് പറയുന്ന മതപുനരുജ്ജീവനവാദത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ ഒരു മതരാഷ്ട്രത്തിലേക്ക് ഒരു രാജ്യത്തെ കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള വളരെ ആസൂത്രിതമായ ഒരു പദ്ധതി ഇന്ത്യയിൽ ഇന്നലെ തുടങ്ങിയതല്ല. ആ പദ്ധതിയുടെ ആധുനിക കാലഘട്ടത്തിന്റെ 100ാം വർഷത്തിലാണ് നാം നിൽക്കുന്നത്. ഏതാണ്ടൊരു അടിയന്തരാവസ്ഥയുടെ സ്വഭാവത്തിലേക്ക് ഇന്ത്യ രാഷ്ട്രീയം പോകുന്ന സാഹചര്യത്തിലേക്ക് അങ്ങനെ എത്തപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു താത്വിക പദ്ധതി അല്ലെ അതിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ ഉള്ളടക്കം സാംസ്കാരിക രംഗത്തെ വളരെ കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ നടക്കുന്നത്. അപ്പൊ എല്ലാവിധ അന്ധവിശ്വാസങ്ങളെയും നമ്മള് വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ള ആസൂത്രിതമായിട്ടുള്ള മൂലധന താല്പര്യങ്ങൾ തന്നെ കേരളത്തിൽ വിട്ടിയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ തകച്ച സാർ സൂചിപ്പിക്കുണ്ടായത് അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം ഇന്ത്യയിലെ 7 സംസ്ഥാനങ്ങളിൽ നിയമം നടപ്പിലാക്കി കഴിഞ്ഞു. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഏതാണ്ട് 2 പതിറ്റാണ്ടായി കേരളത്തിലെ പുരോഗമനകാലികവാദി പ്രസ്ഥാനവും പരിഷത്തും അടക്കമുള്ളവര് അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗവൺമെന്റിന്റെ മുന്നില് പോരാട്ടം കൊടുക്കുക മാത്രമല്ല ഞങ്ങളൊക്കെ നിരവധി ജാഥകള് പ്രതിഷേധങ്ങള് ധർണകള് സംസ്ഥാന ജാഥ അടക്കമുള്ള പരിപാടികൾ നടത്തിക്കൊണ്ട് ഗവൺമെന്റിന് മുന്നിൽ ചെല്ലുമ്പോൾ ഗവൺമെന്റ് പറയുന്നു ശരിയാണ്, ഇത് ആവശ്യമാണ് എന്ന് പറയുന്നു. നമ്മളോട് ആവശ്യമാണ് എന്ന് പറഞ്ഞതിന് ശേഷം വളരെ കൃത്യമായി ഈ പദ്ധതി വേണ്ട എന്നവര് വെക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇവിടെ വിപ്ലവം പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ വികസനത്തെ കുറിച്ച് പറയുന്ന വലിയ 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 വായുകളില് വലിയ അത്ഭുതങ്ങൾ സംസാരിക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ടാണ് അത്തരം ഒരു അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം നടപ്പിലാക്കാൻ പറ്റാതെ പോകുന്നത്? മറ്റൊന്നുമല്ല, അവരൊക്കെ തന്നെ അന്ധവിശ്വാസികളാണ് എന്നതുകൊണ്ടാണ്. വളരെ കൃത്യമായി പരിശോധിച്ചാല് ഈ പറയുന്ന ആളുകൾക്ക് അത് ഏതെങ്കിലും ഒരു ഇടതുപക്ഷ പാർട്ടിയുടെ പ്രശ്നമല്ല. നിങ്ങൾ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനോട് അല്ല ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകനോട് ശാസ്ത്രം എന്താണ് സഖാവേ എന്ന് ചോദിച്ചാൽ അയാൾ ഒരിക്കലും മറുപടി പറയില്ല. അതേസമയം എതിർ പാർട്ടിയുടെ ദോഷം എന്താന്ന് ചോദിച്ചാല് മറ്റേതെങ്കിലും പാർട്ടിയെ കുറിച്ച് സംസാരിച്ചാൽ അതിവാചാലമായി സംസാരിക്കും. ഞാൻ അറിഞ്ഞിട്ടുള്ളത് ഫിൻലൻഡ് പോലെയുള്ള സ്കാൻഡിനേവിയൻ രാജ്യങ്ങളില് ശാസ്ത്രത്തിന് മന്ത്രിയുണ്ട്, ശാസ്ത്രത്തിന് വകുപ്പുണ്ട്. ഇന്ത്യയിൽ അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് പറ്റുമോ? ഒരു ശാസ്ത്ര വകുപ്പ്. ഇവിടെ 21 മന്ത്രിമാരുണ്ട്, അവര് വഹിക്കുന്ന 100 കണക്കിന് വകുപ്പുകളുണ്ട്. അതിലേതെങ്കിലും ഒരു മന്ത്രിയില് ഏതെങ്കിലും ഒരു വകുപ്പിൽ ശാസ്ത്രം എന്നൊരു വകുപ്പില്ല. ശാസ്ത്ര സാങ്കേതിക വിഭാഗം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ചില കളികളുണ്ടെന്നുള്ള ഒഴിച്ചാൽ
ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ രാഷ്ട്രീയ നേതാക്കന്മാർക്കോ പ്രസ്ഥാനങ്ങൾക്കോ ശാസ്ത്രം എന്നതൊരു പ്രശ്നമല്ല. അതേസമയം നമ്മുടെ വലതുപക്ഷ മതതീവ്രവാദ സംഘടനകളെ സംബന്ധിച്ച് അവർക്ക് കൃത്യമായ അജണ്ടയുണ്ട്. ഇവിടെ സാർ പറഞ്ഞു വേദിക് മാത്തമാറ്റിക്സിനെ കുറിച്ച്. ഇന്ത്യൻ തത്വചിന്ത അനുസരിച്ച് ഇന്ത്യയിലെ നവദർശനങ്ങളില് 6 നാസ്തിക ദർശനങ്ങളും ബൗദ്ധം, സാങ്ക്യം, ലോകായുധം, യോഗ തുടങ്ങിയ 6 ദർശനങ്ങൾ നാസ്തികവും, ന്യായവൈശേഷികൾ എന്ന് പറയുന്നത് അർദ്ധനാസ്തികവും, വേദാന്തം എന്ന് പറയുന്നത് മാത്രമാണ് ആസ്തികമായിട്ടുള്ള ദർശനം. പക്ഷെ ഈ 8 ദർശനങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ഈ വേദാന്തം എന്ന് പറയുന്ന ഒന്ന് മാത്രമാണ് ഇന്ത്യയുടെ തത്വചിന്തയെന്നും അതാണ് ഇന്ത്യയുടെ പാരമ്പര്യമെന്നും അതിന് 5000-6000 വർഷത്തെ പഴക്കപ്പെട്ടെന്നുമുള്ള പച്ച നുണ നമ്മുടെ നേതാക്കന്മാര്, നമ്മുടെ പ്രസംഗകന്മാര്, സാംസ്കാരിക നായകന്മാര്, എഴുത്തുകാര് കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. അവരാരും തന്നെ ഇന്ത്യക്ക് വളരെ കൃത്യമായ ഒരു ശാസ്ത്ര പാരമ്പര്യമുണ്ട് എന്ന്, ഒരു നാസ്തിക പാരമ്പര്യമുണ്ട് എന്ന്, ഒരു ഭൗതികവാദ പാരമ്പര്യമുണ്ട് എന്ന് ഒരു വേദിയിലെങ്കിലും ആരെങ്കിലും സംസാരിക്കാൻ നമ്മൾ കേട്ടിട്ടില്ല. മറിച്ച് ഈ പറയുന്ന അദ്വൈതത്തെ കുറിച്ച്, വിശിഷ്ടാദ്വൈതത്തെ കുറിച്ച്, അങ്കരനെ കുറിച്ച്, ആദിശങ്കര അത്ഭുതങ്ങളെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ അതിവാചാലമായി നമ്മുടെ മന്ത്രിമാരൊക്കെ പ്രസംഗിക്കാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ പറയുന്ന വേദാന്തം എന്ന് പറയുന്ന സാധനത്തിന്റെ ഹൈന്ദവിക രാഷ്ട്രീയം, അതിന്റെ മതരാഷ്ട്രവാദപരമായ പ്രയോഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് വൃത്തി മനോഹരമായ വാക്കുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്, അല്ല മനോഹരമായ പദാവലികൾ ഉപയോഗിച്ചുകൊണ്ട് അതിന് സാംസ്കാരിക ദേശീയതയെന്നോ അല്ലെങ്കിൽ നാഷണൽ കൾച്ചറലിസം എന്നോ ഒക്കെ അവർ പറഞ്ഞുകൊണ്ട് വളരെ മനോഹരമായി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ട് ഈ ഇന്ത്യയുടെ പാരമ്പര്യമാണ്, ഇന്ത്യയുടെ പുരാണങ്ങളിലെ, വേദങ്ങളിലെ, ഉപനിഷത്തുകളിലെ ഉള്ള ശാസ്ത്ര സത്യങ്ങളാണ് ലോകത്ത് ഇന്ന് വരെ വന്നിട്ടുള്ളത് എന്നൊക്കെ ഇവർ പറയും. ഇന്ത്യയുടെ ഏത് വേദത്തിൽ, ഏത് പുരാണത്തിൽ, ഏത് ഉപദേശത്തിൽ എന്ത് കുന്തമ, ഒരു കുന്തമില്ല. വെറും വിവരക്കേടുകളുടെ സമാഹാരങ്ങളായിട്ടുള്ള ഇതില് ശാസ്ത്രത്തിന്റെ ഏത് രീതിയാണ്? ശാസ്ത്രം എന്ന് പറയുന്നത് ഒരു ശാസ്ത്രമല്ല, ശാസ്ത്രത്തിലൂടെ രീതികളുണ്ട്, അതിന് തെളിവുകൾ വേണം, പരീക്ഷണങ്ങൾ വേണം, അത് തെളിയിക്കാൻ കഴിയണം, അത് യൂണിവേഴ്സൽ ആയിരിക്കണം. അതിനെ സംബന്ധിക്കുന്ന ധാരാളം അടിസ്ഥാന പ്രശ്നങ്ങളുണ്ട്. അത്ര ഏതെങ്കിലും ഒരു അടിസ്ഥാന പ്രശ്നമുള്ള ലോജിക്കുള്ള, അല്ലെ ലോജിക്കൽ പ്രൂഫ് ആയിട്ട് നമ്മൾ പറയുന്ന ഏതെങ്കിലും പറയുന്ന എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സിദ്ധാന്തം ഇന്ത്യയിലെ ഒരു പുരാണങ്ങളിലും ഒരു സിദ്ധാന്തങ്ങളിലും ഒരു വേദങ്ങളും പ്രതിഷ്ഠകളും ഇല്ല എന്നത് സത്യമാണെന്നിരിക്കെ എല്ലാ മോദികളിലും കയറി നിന്നുകൊണ്ട് എല്ലാ ആളുകളും ഇതാണ് ലോകത്തിന്റെ വലിയ വെളിച്ചമെന്നൊക്കെ പറയുന്ന വിഡ്ഢിത്തം പറയുമ്പോൾ ഈ വിഡ്ഢിത്തം പറയാൻ നമുക്ക് ലൈസൻസ് വേണ്ട. മറ്റേക്ക് ശാസ്ത്രത്തെ കുറിച്ച് നിങ്ങൾ സംസാരിക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കുറെ പേപ്പേഴ്സ് വേണം, അല്ലെ നിങ്ങളുടെ തെളിവുകൾ. നിങ്ങളൊരു വിഷയം പറയുമ്പോൾ ആ ശാസ്ത്രത്തെ വെറുതെ ഒരു വേദി കയറി ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ശാസ്ത്രമാവില്ല. നമുക്കിവിടെ ഗൗളി ശാസ്ത്രമുണ്ട്, പക്ഷിശാസ്ത്രമുണ്ട്, മുഖലക്ഷണ ശാസ്ത്രമുണ്ട്, ഹസ്തരേഖ ശാസ്ത്രമുണ്ട്. ഈ ആഭാസങ്ങളെ എല്ലാം ശാസ്ത്രം എന്ന് വിളിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. അപ്പൊ നമുക്ക് ശാസ്ത്രത്തെ അശാസ്ത്രത്തെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലുണ്ട്. മാത്രമല്ല ഈ അന്ധവിശ്വാസങ്ങളെ, അരാജകത്വങ്ങളെ കൈപിടിച്ചാൽ മാത്രമേ, അതിന്റെ കൂടെ നിന്നാൽ മാത്രമേ വോട്ട് കിട്ടുകയുള്ളൂ എന്ന ബോധത്തിലാണ് നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ മുഴുവൻ. അതുകൊണ്ടാണ് അവർ അമ്പല കമ്മിറ്റിയിലെ പരിപാടിക്ക് പോണത്. അപ്പൊ നോക്കൂ, അയ്യപ്പ സംഗമം നടത്താൻ പോവാണ് വിപ്ലവകാരികൾ, അയ്യപ്പന്മാരുടെ അഖില ലോക സംഗമം. അപ്പൊ നോക്കുക, ഇതൊക്കെ ഭാഗവത സപ്താഹം ഉദ്ഘാടനം ചെയ്യാൻ വരും. അവരെ നേരെ സയൻസ് സൊസൈറ്റി ഉദ്ഘാടനം ചെയ്യാൻ പോകും. യാതൊരു ഉളുപ്പമില്ലാതെ ശാസ്ത്രവേളകളെ പോലും വിളക്ക് കത്തിച്ച് അവർ ഉദ്ഘാടനം ചെയ്യും. ഇതൊക്കെ എന്ത് കോമാളിത്തരമാണ് എന്ന് ചോദിക്കാൻ ഇവിടെ ഒരു മാധ്യമങ്ങളില്ല, ഇവിടെ ഒരു പത്രക്കാരില്ല. നിങ്ങൾ ഈ പറയുന്നതിന് അദ്ദേഹത്തെ അടിത്തറയുള്ളത്, നിങ്ങൾ ഈ പറയുന്നതിന് പിന്നിൽ എന്ത് ശാസ്ത്രീയ സത്യമാണുള്ളത്? ഈ വൈരുദ്ധ്യങ്ങളെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത് എന്നൊക്കെ ചോദിക്കാൻ ഇവിടെ ആരാ ഉള്ളത്? നമ്മളൊക്കെ ചെല്ലി ചോദിച്ചു കഴിഞ്ഞാല് അതൊക്കെ ഇങ്ങനെ അന്തരീക്ഷത്തിലെ വെറും ശബ്ദങ്ങളായി പോകുന്നതിനപ്പുറത്തേക്ക് യാതൊന്നുമില്ല. ഇനിയിപ്പോ വരിക, ഇവിടുത്തെ മാധ്യമങ്ങളുടെ മുഖ്യ പരിപാടി എന്താണ്? മാധ്യമങ്ങൾക്കറിയാം മാധ്യമങ്ങൾ ഉണ്ടായത് എങ്ങനെയാണെന്നും. ഇന്ന് മാധ്യമങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഡിജിറ്റൽ സൗകര്യങ്ങളിലേക്ക് നമ്മുടെ സമൂഹം മാറുന്നത് ChatGPTയുടെയും റോബോട്ടുകളുടെയും ഹൈബ്രിഡുകളുടെയും ഒക്കെ അത്യുജ്വലമായ ഒരു ലോകത്തിൽ നിന്നുകൊണ്ട് പോലും ഈ പറയുന്ന എല്ലാ പത്രങ്ങളും ജ്യോതിഷ പ്രവചനങ്ങൾ നടത്തുകയും അത്ഭുതങ്ങളെ കുറിച്ചുള്ള പരമ്പരകൾ സമർപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം നാം എത്തി നിൽക്കുന്നത് ഒരു പ്രാകൃത യുഗത്തിൽ തന്നെയാണ്.
ആധുനിക വേഷം ധരിച്ച പ്രാകൃത മനുഷ്യരായിട്ട് കേരളത്തിലെ ജനങ്ങള്, ഇന്ത്യയിലെ ജനങ്ങൾ മാറുന്നത് മാത്രമല്ല, അവരെ അങ്ങനെ മാറ്റുക എന്ന് പറയുന്നത് നമ്മുടെ ചില രാഷ്ട്രീയ കുൽസിത പ്രവൃത്തികളുടെ ഭാഗമായി ഉപയോഗിക്കപ്പെടുമ്പോഴാണ് നമുക്ക് ശാസ്ത്രം അന്യമായി പോകുന്നത്. ശാസ്ത്രം പാഠപുസ്തകത്തിൽ പഠിക്കാനുള്ളതല്ല, ശാസ്ത്രം ദൈനംദിന ജീവിതത്തിൽ നാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ശാസ്ത്രത്തിന്റെ ആപ്ലിക്കേഷൻ ഇല്ലാതെ മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഒരു മിനിറ്റ് പോലും ഒരു നിമിഷം പോലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇന്റർനെറ്റ് മാത്രമല്ല, നമ്മുടെ ഏതെല്ലാം ഊർജ്ജ സ്രോതസ്സുകളുണ്ടോ അതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ടെക്നോളജി നമ്മൾ വികസിപ്പിച്ചിരിക്കുന്നത് ശാസ്ത്രത്തിന്റെ അടിത്തറയിലാണ്. ഇതൊന്നുമില്ലാതെ ഒരു നിമിഷം പോലും കഴിയാൻ പറ്റില്ലെങ്കിലും നമ്മുടെ സ്കൂളുകളില്, നമ്മുടെ കോളേജുകളിൽ പഠിപ്പിക്കപ്പെടുന്നത് ശാസ്ത്രം എന്താണ്? നമ്മുടെ അധ്യാപകരിൽ എത്ര പേർക്ക് ശാസ്ത്രം അറിയാം? അവർ പറയുന്ന വാക്കുകളില്, അവരുടെ പ്രയോഗത്തില്, അവരുടെ ജീവിതത്തില് ഇതാ പ്രധാനം. നമ്മൾ ഈ കാര്യങ്ങൾ വെറുതെ പ്രസംഗിക്കുക എന്നത് മാത്രമല്ല പ്രശ്നം, നമ്മുടെ ജീവിതത്തിൽ ഈ ശാസ്ത്രത്തിന് പ്രാധാന്യമുണ്ട്. നിങ്ങൾ ആരും എഴുതിയേക്കുമ്പോഴതില് കിടക്കുന്നത് വരെയുള്ള പ്രക്രിയകളില് നിങ്ങൾ എത്രമാത്രം ശാസ്ത്രത്തിന്റെ പ്രയോഗങ്ങളെ നിങ്ങൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ തന്നെ ഇത് ഒരു വസ്തുതയാണ്, ഇതൊരു സത്യമാണ്, ഇത് ലോകത്തിന്റെ മുന്നോട്ടുള്ള പോക്കിന് വേണ്ടിയുള്ള ഒരു അനിവാര്യ ഘടകമാണ് എന്ന രീതിയിൽ ആ ശാസ്ത്രീയ സത്യത്തെ നമ്മളിങ്ങനെ മനസ്സിലാക്കുന്നു. 51 AH എന്ന് പറയുന്നത് ഭരണഘടന പറയുമ്പോൾ അത് 76 കൂട്ടിച്ചേർക്കപ്പെട്ട വളരെ കൃത്യമായ ഒരു ഭരണഘടനാ ബോധം എന്ന നിലയില്, പൗരന്റെ ഉത്തരവാദിത്വം എന്ന നിലയില് ശാസ്ത്ര മനോഭാവം വളർത്തുക എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തെ ജനകീയവൽക്കരിക്കുക എന്നുള്ളതാണ്. നമ്മളിൽ എത്ര പേര് ഈ പറയുന്ന ആളുകളുടെ കൈകളിലും ചരട് കാണും? നമ്മൾ കേരളം പാട്ട് ചരട് കെട്ടിയ ഒരു കേരളമാണ്. ഒരു ലോകത്തിലെ ഇത്രയും വലിയ നേട്ടങ്ങള് നമുക്കറിയാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും അല്ലെ ChatGPTയുടെയും ജനറ്റിക്കൽ എഞ്ചിനീയറിംഗിന്റെയും ഒക്കെ അത്ഭുത ലോകത്തെ കുറിച്ച് പ്രസംഗിക്കുന്നവന്റെ കയ്യിൽ പോലുമാണ് ചരട്. 1 രൂപയുടെ ചരട് കിട്ടിയാൽ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുമെന്ന് ഒരേ രൂപത്തിൽ ഒരേ സമയം ശാസ്ത്രത്തെ പ്രസംഗിക്കുകയും മന്ത്രവാദത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു രീതി നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ റിവൈവലിസത്തിന്റെ മതപുനരുജ്ജീവനവാദത്തിന്റെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിനെതിരെ അതിനെ ഭേദിച്ചുകൊണ്ടല്ലാതെ ശാസ്ത്രത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ശാസ്ത്രം മുന്നോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സാങ്കേതിക വികസിക്കും. കാരണം നമുക്കൊരിക്കലും ഇനി പുറകോട്ട് പോകാൻ കഴിയില്ല. ആ പരിണാമാത്മകമായിട്ടുള്ള ഒരു സാമൂഹ്യ ജീവിതത്തിൽ ശാസ്ത്രത്തെ കൈവിടാൻ കഴിയില്ല എങ്കിലും അതിനെ ജനകീയവൽക്കരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എങ്ങനെയാ ജനകീയവൽക്കരിക്കുക? നമ്മുടെ ദൈനംദിന ശാസ്ത്ര ബോധം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന സയന്റിഫിക് നോളജ് അല്ല, സയന്റിഫിക് ഇൻഫർമേഷൻ അല്ല. ശാസ്ത്രബോധം എന്ന് പറയുന്നത് ഒരു സമൂഹത്തെ തന്നെ ശാസ്ത്രത്തിന്റെ പന്താവിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഒരു കാര്യം പറഞ്ഞാൽ അവസാനിപ്പിക്കാം. നമ്മളൊക്കെ വളരെ ആധുനികന്മാരാണ്, പുരോഗമിച്ച ഒരു സമൂഹമാണ് എന്നൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മാനസികാരോഗ്യമില്ലാത്തൊരു സമൂഹം കേരളത്തിലെ സമൂഹമാണ്. ഏറ്റവും കൂടുതൽ ബലാത്സംഗങ്ങള്, ഏറ്റവും കൂടുതൽ പോക്സോ കേസുകള്, ഏറ്റവും കൂടുതൽ റോഡ് ആക്സിഡന്റുകള്, ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗിക്കുന്നത്, ആത്മഹത്യകള്, കുട്ടികൾ. നിങ്ങൾ ഇതിന്റെ കണക്കെന്റെ കൃത്യമായിട്ട് ഒരു വിശദാംശങ്ങളിലേക്കല്ല പോകുന്നത്. ഇത്രമാത്രം മനോരോഗികൾ നിറഞ്ഞ ഒരു സമൂഹം കേരളത്തിൽ അറിയില്ല. മദ്യപാനത്തിന് തമിഴ്നാട് കഴിഞ്ഞാൽ 2ാം സ്ഥാനം ഇന്ത്യയിൽ കേരളത്തിലാണ്. ലഹരി ഉപയോഗിക്കുന്നത് ഇതെല്ലാം ശാസ്ത്രീയമാണ്, ഇതെല്ലാം ശാസ്ത്രീയമാണ്. ലഹരി ഉപയോഗിക്കാൻ പാടില്ല, മനുഷ്യരുടെ അന്യമായി പ്രേമരാൻ പാടില്ല. പക്ഷേ എന്തുകൊണ്ട് നമ്മുടെ ഏതെങ്കിലും പാഠപുസ്തകത്തിൽ ഇല്ലേലും പോട്ടെ, നമ്മുടെ ഏതെങ്കിലും അധ്യാപക ക്ലാസ്സില് കള്ളു കുടിക്കരുത് കുട്ടികൾ പറയാറുണ്ടോ? ഈ വിഷകടകളിലും വിഷപദാർത്ഥങ്ങൾ ഇങ്ങനെ ലേസായിട്ട് അത് തൂക്കിയിട്ടുണ്ട്. വിഷമാണെന്ന് എല്ലാവർക്കും അറിയാം. അതിനകത്ത് ഉരുളക്കിഴങ്ങുമില്ല, കപ്പയില്ല, തേങ്ങയും ഒന്നുമില്ല. ഏതെങ്കിലും ഒരു അധ്യാപകൻ കുട്ടികളോട് മക്കളെ ഇത് മേടിച്ച് കഴിക്കരുത്, ഇത് മേടിച്ച് കഴിഞ്ഞാൽ ഇത് കുടലൊക്കെ തകരാറാണ്, അങ്ങനെ പോലും ഒരു കാര്യം പറഞ്ഞു കൊടുക്കാനുള്ള സാമൂഹ്യ ബോധമോ അങ്ങനെ ഒരു നിർദ്ദേശമോ നമ്മുടെ വിദ്യാഭ്യാസ മണ്ഡലത്തിലില്ല. പിന്നെ എങ്ങനെ നമ്മുടെ കുട്ടികളെ സയൻസ് പഠിക്കും? പാഠപുസ്തകത്തില് കുറെ ഫിസിക്സും കുറെ കെമിസ്ട്രിയും അല്ലെ കുറെ ബയോളജിയും പഠിക്കുന്ന ഒരു പക്ഷെ അവർക്ക് എൻട്രൻസ് എഴുതാൻ വേണ്ടിയായിരിക്കാം. അതിനപ്പുറത്തേക്ക് ഒരു മാനസികാരോഗ്യമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിന് എങ്ങനെയാണ് നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുക? അത് കൃത്രിമമായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നതല്ല, അത് നമുക്ക് വാക്സിനേഷൻ കൊടുത്തോട് ചെയ്യാവുന്നതല്ല. വിദ്യാഭ്യാസം 1ാം ക്ലാസ്സിലെ അല്ലെ നമ്മൾ ചെന്ന് 1ാം ക്ലാസ് മുതല് നമ്മൾ കൊടുക്കേണ്ട ഒരു ബോധനത്തിന്റെ പ്രശ്നമാണ്. പക്ഷെ ഒരു കുട്ടി ജനിച്ചിങ്ങോട്ട് വീണാൽ ഉടനെ നമ്മളെന്താണ് വായില് മതം കൊടുക്കുന്ന, നാക്കൽ മതം ഒഴിച്ചു കൊടുക്കുന്നവരാണ് നമ്മുടെ സമൂഹം. ശാസ്ത്രമല്ല അവർ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സമൂഹത്തിന് അജീവിക്കാൻ കഴിയുക ഇല്ല.
അശാസ്ത്രീയതകളെ വാരിപ്പുണരുന്ന ഏറ്റവും വലിയ മനോരോഗികളുടെ കൂട്ടമായി ആധുനിക കേരളം മാറുന്നുണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് ശാസ്ത്രബോധം നമ്മുടെ സമൂഹത്തിൽ എത്തിയിട്ടില്ല. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വിദ്യാലയങ്ങളിൽ, നമ്മുടെ അധ്യാപകർക്കിടയില് ഒരു തരത്തിലും ഈ പറഞ്ഞ ശാസ്ത്രീയ ബോധമുണ്ടായിട്ടില്ല. അങ്ങനെ ശാസ്ത്രത്തെ ഒരു ജനകീയ പ്രസ്ഥാനമായി എന്ന് വളർത്താൻ കഴിയുന്നുവോ അന്ന് മാത്രമേ കേരളത്തെയോ ഇന്ത്യയെയോ ശാസ്ത്രവൽക്കരിക്കാൻ കഴിയുള്ളൂ. നമ്മളെപ്പോലെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെയും യൂറോപ്യൻ രാജ്യങ്ങളെയും പുരോഗതിയെ കുറിച്ച് പറയും. ആ പുരോഗതി അവർ എങ്ങനെ നേടിയെന്നതിനെ സംബന്ധിച്ച് അവിടെ ഈ പറയുന്ന വേദോപനിഷത്തുകൾ കൊണ്ട് ഇല്ലാത്തത് കൊണ്ടാണ്. ഇതും കൊണ്ട് കുറെ പേര് പോയിട്ടുണ്ട് അവിടെ കൊണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം അയർലൻഡിൽ നിന്ന് വാർത്തകൾ നിങ്ങൾക്കറിയാം. അയർലൻഡിൽ കുറെ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് കുറെ അമ്മമാര് അവിടെ പാട്ടും കൂത്തും ചെണ്ടയും കൊണ്ട് ചെന്നിട്ട് അപ്പൊ അയർലൻഡിലോട്ട് ഇനി ഒരുത്തരം കേട്ടിട്ടില്ല. അത്തരത്തിൽ അപരിഷ്കരണത്വത്തിന്റെ വേഷങ്ങളുമായി ജോലിക്ക് പോയവർ ജോലി ചെയ്താൽ പോരാ, ആ രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ചാൽ പോരാ, അവിടെ ഞങ്ങളുടെ മതവിശ്വാസമാണ് പ്രധാനമെന്ന് പറയുന്നു. അങ്ങനെ അയർലൻഡുകാര് മറ്റു രാജ്യങ്ങൾക്കെതിരെ രാജ്യം അടയ്ക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഈ പ്രകൃത വിശ്വാസങ്ങളെ മനുഷ്യൻ എന്നെ ഉപേക്ഷിക്കേണ്ടുന്ന യാതൊരു ശാസ്ത്രീയതയും മനുഷ്യത്വവും ഇല്ലാത്ത ഈ വിശ്വാസ പ്രമാണങ്ങളെ ഉപേക്ഷിക്കാൻ നാം തയ്യാറാകാത്തുള്ള കാലം ആ സമൂഹത്തിൽ അതിജീവിക്കാൻ കഴിയില്ല. ഒരു സമൂഹം എത്രമാത്രം ആധുനികമാവുക, എത്രമാത്രം ജീവിക്കാൻ ഉപയുക്തമാവുക എന്ന് പറയുമ്പോൾ ആ സമൂഹം എത്രമാത്രം ശാസ്ത്രീയമാകുന്നു, എത്രമാത്രം മാനുഷികമാകുന്നു എന്നുള്ളതാണ് പ്രശ്നം. ആ ലോജിക്ക് നമ്മൾ ഉപയോഗിക്കുന്നു, ആ റീസണിങ് നമ്മൾ ഉപയോഗിക്കുന്നു. ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിൽ നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. അല്ലാതെ പരീക്ഷണശാലയിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു സാധനമല്ല എവിഡൻസ് എന്ന് പറയുന്നത്, ലോജിക്ക് എന്ന് പറയുന്നത്, റീസണിങ് എന്ന് പറയുന്നത്. നമ്മുടെ സമസ്ത പഠനങ്ങളിലും ഇത് ഉപയോഗിക്കണമെങ്കിൽ അതിന് കൃത്യമായിട്ടൊരു ശാസ്ത്രീയ അവബോധത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ വളർത്തിയെടുക്കണം. അതിന് ഇത്തരം പരിപാടികള് എപ്പോഴും സഹായകരമാണ്. എനിക്ക് പറയാനുള്ളത് അഭിപ്രായം, ഇങ്ങനെ ആണ്ടിന് ഒരിക്കൽ മാത്രമേ നമ്മൾ ഇന്ത്യ മാർച്ച് ഫോർ സയൻസ് വെച്ചിട്ട് കാര്യമില്ല. ഇടയ്ക്കിടയ്ക്കെങ്കിലും കുറെ കൂടി ജനകീയമായിട്ടുള്ള പ്രചാരണ പരിപാടികളിലേക്ക് ശക്തമായി ഇറങ്ങണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ അഭിവാദ്യങ്ങൾ.